Yes. Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. Hope you all are doing well. നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിൻ്റെയും പീഡനത്തിൻ്റെയും കോട്ടകളെ ദൈവം എടുത്തു കളയാൻ പോകുകയാണ്. God is going to remove all the strongholds of fear and torment from your life. The stronghold of fear and torment. ഭയത്തിന്റെയും പീഡനത്തിന്റെയും കോട്ടകൾ. ചില ഭയം നിങ്ങളെ ഫോളോ ചെയ്യും. And some fears are following you. ചില പീഡനത്തിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. And you are going through some torment situation. I mean, 2 Corinthians chapter 10 verse 4. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. For the weapons of our warfare are not carnal. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. But mighty through God to pulling down of strongholds. I mean, നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന എല്ലാ ശക്തികളെയും ജയിപ്പാനുള്ള ശക്തിയാണ് ദൈവിക ശക്തി. The power of God is the power that we can win over all the enemy's attack. ശത്രുവിന്റെ പദ്ധതിയാണ് പലവിധ ഭയങ്ങളിലൂടെ മാനസിക സംഘർഷങ്ങളിലൂടെ നമ്മെ കടത്തിവിടുക എന്നുള്ളത്. It is the plan of devil to lead us to some mental torture and some difficult situation. എപ്പോഴും ഒരു ഇരുളടഞ്ഞ അനുഭവം കൊണ്ടിട്ട് നിങ്ങളുടെ മനസ്സിനെ മടിപ്പിച്ച് നിങ്ങളെ ക്ഷീണിപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ പദ്ധതിയാണ്. And it is the plan of devil to put darkness all over the life and again tormenting you in all situation. നിങ്ങൾ ഉത്സാഹമുള്ളവരായി ഇരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് മടുപ്പുകളിട്ട് നിരാശയിട്ട് നിങ്ങളെ ക്ഷീണിപ്പിക്കുവാൻ നോക്കും. The area where you have to be enthusiastic and energetic, but in that same area the enemy will put some disappointment and tiring situation. Your sleep is disrupted and you are able to enjoy anything at all. നിങ്ങളുടെ ഉറക്കം നഷ്ടമാകും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നും തന്നെ ആസ്വദിക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾക്കെല്ലാം ഉണ്ട്, പക്ഷെ ഉറക്കം നഷ്ടപ്പെടും. And you have everything but you lost your sleep. ജീവിതത്തിലെല്ലാം ഉണ്ട്, ആസ്വദിക്കുവാൻ പറ്റുന്നില്ല. And you have everything in your life but you cannot enjoy. ഒരു സമയത്തെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ലോസ് ആയി പോയി. Once upon a time you had everything but you lost now. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിൽ നീണ്ട മരണങ്ങൾ, and continuous death in the family, രോഗങ്ങൾ, sickness, ആമേൻ, പ്രശ്നങ്ങൾ and problems, കടഭാരം, debts, ആമേൻ, ബിസിനസ്സിൽ തകർച്ച, destruction and loss in the business, സകലത്തിലും brokenness, in all the areas brokenness. എന്നാൽ But ആമേൻ, the stronghold of fear and torment, ഭയത്തിന്റെയും പീഡനത്തിന്റെയും കോട്ടകൾ, ഇത് ഓരോന്നും വരുമ്പോഴും നിങ്ങൾ ഭയപ്പാടിലിരിക്കുന്നു. and whenever you face each and every problem you are seated in fear. ആമേൻ. പീഡിപ്പിക്കപ്പെട്ട സാഹചര്യം, And there are situation of torment, അബ്യൂസ് ചെയ്യപ്പെട്ട സാഹചര്യം, the time of abusement, എല്ലാം ദൈവം മാറ്റുന്നു. God is changing all. ഇന്ന് നിങ്ങളെ ഭയത്തിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ ഒരു പൂർണ്ണ സൗഖ്യം, ഡെലിവറൻസ് യേശു നിങ്ങൾക്ക് തരാൻ പോകുന്നു. And today Jesus is giving a complete deliverance and healing in the area where you are under fear and torment. അത് നിങ്ങളുടെ ഭർത്താവിൽ നിന്നായിരിക്കാം, Sometimes it may from your husband, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം, sometimes it may come from your family, നെയ്ബേഴ്സിൽ നിന്നായിരിക്കാം, sometimes it may come from your neighbors, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, sometimes it may be from your workplace, നിങ്ങളുടെ കൂട്ടു സഹോദരനിലൂടെ ആയിരിക്കാം. sometimes it may from your co-brothers. ഭയപ്പെടണ്ട. Don't fear. ആമേൻ. നിങ്ങളെ പീഡിപ്പിച്ച സ്ഥാനത്തു നിന്ന് നിങ്ങൾ പുറത്തു വരാം. You are going to come out from all the fearful and torment situation. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. we pray for the children of God. ഇപ്പോൾ അങ്ങയുടെ വലിയ വിടുതൽ കൽപ്പിക്കണം. Right now send a mighty deliverance. അങ്ങയുടെ വലിയ പ്രവൃത്തി അയക്കണം. Lord, send your marvelous work. യേശുവിൻ നാമത്തിൽ In the name of Jesus, ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. let a miracle happen. ആമേൻ. ഭയത്തിന്റെയും Fear, പീഡനത്തിന്റെയും torment, മേഖലയിൽ നിന്ന് from ഈ all, ജനം വിടുവിക്കപ്പെടട്ടെ. let them be delivered from all the areas of fear and torment. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. ആമേൻ. Amen. God bless you. Love you. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം കർത്താവ് നൽകി തരുന്നു. God is giving a new beginning in your life. ആമേൻ.